റെക്കോർഡ് ഓഫ് റഗ്നറോക്കിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കം തന്നെ വിളിച്ചു പറയും, നടന്ന 2 മാച്ചിലും മനുഷ്യർക്ക് തോൽവിയാണ് സംഭവിച്ചത്. എന്നിട്ട് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ആരാണ് വരാൻ പോകുന്നതെന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അയാൾ കയറി വരുന്ന സ്ഥലത്ത് സമുദ്രജലം ഒഴുക്കി വിട്ടു. പക്ഷേ അവൻ മുന്നോട്ട് വരുന്തോറും സമുദ്രം തന്നെ അവന് വഴിയൊരുക്കുന്നു. അങ്ങനെ സമുദ്രത്തിന്റെ രാജാവും സിയൂസിന്റെ സഹോദരനുമായ പോസിഡോ ആണ് ദൈവങ്ങൾക്ക് വേണ്ടി മുന്നോട്ടേക്ക് വരിക. എല്ലാവരും നിശബ്ദമായി നോക്കി നിൽക്കും. അവന്റെ കയ്യിൽ ഒരു വിചിത്രമായ ആയുധമായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഭയത്തോടെ വായിൽ നിന്നുള്ള വെള്ളമിറക്കുന്ന വിധത്തിലാണ് അവനെ നോക്കി നിൽക്കുക. കാരണം പോസിഡോൺ സിയൂസിന്റെ മൂത്ത സഹോദരനായിരിക്കും. കൂടാതെ ദൈവങ്ങൾ പോലും അവനെ ഭയപ്പെടുന്നു. മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് ഏറ്റവും വലിയ വാളുകൾ ഉപയോഗിക്കുന്ന പോരാളി. കൂടാതെ ഏറ്റവും കൂടുതൽ പരാജയം നേരിട്ട സസാക്കിയാണ് മുന്നോട്ടേക്ക് വന്നത്. എല്ലാവരും പറയും ഇവൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. മനുഷ്യരെല്ലാവരും അസ്വസ്ഥരാകാൻ തുടങ്ങി. വാൽക്കറി പറയും കുഴപ്പമില്ല, ഒരുപാട് തോൽവികളിലൂടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ മാച്ച് തുടങ്ങി. ചിരിച്ചുകൊണ്ട് സസാക്കി സോഡെടുത്ത് മുന്നോട്ടേക്ക് നീട്ടി. ആ സമയം മനുഷ്യർ, ദേവന്മാർ, ഭഗവാൻ ശിവൻ പോലും ഒന്ന് ഞെട്ടി. ഒരു ദേവൻ പറയും മനുഷ്യരിലും വ്യത്യസ്തമായ കുറച്ചു പേരുണ്ട്. ഇവരെല്ലാം ഞെട്ടിയതിന്റെ കാരണം സസാക്കി എന്നൊരു മനുഷ്യൻ സമുദ്രത്തെ പോലും ശാന്തമാക്കിയിരുന്നു. ആ സമയം ഒരു ചെക്കൻ അവന്റെ അച്ഛനോട് പറയും ഇത് സസാക്കിയുടെ ഒരു വിദ്യയാണ്. ആ സമയം അവന്റെ അച്ഛൻ അവന്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ മുറിച്ചു കളഞ്ഞിട്ട് പറയും സസാക്കി സൂര്യന് കീഴിലുള്ള ഏറ്റവും വലിയ വാൾ യോദ്ധാവായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. രണ്ടുപേരും ഒരടി പോലും മുന്നോട്ട് വെക്കില്ല. കാരണം ആരാണോ ആദ്യം മുന്നോട്ട് പോകുന്നത് അവർ ആക്രമിക്കപ്പെടും. അപ്പോൾ സിയൂസിന്റെ കൂടെ നിൽക്കുന്നവൻ പറയും പോസിഡോൺ തന്റെ പരിധിയിലെത്തുന്നവരെ എളുപ്പത്തിൽ ഇല്ലാതാക്കും. അങ്ങനെ ആദ്യം സസാക്കി ആക്രമിക്കുന്നതായി കാണിക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ പോസിഡോണിന്റെ ആയുധം സസാക്കിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. പക്ഷേ ഒന്നും തന്നെ സംഭവിക്കാത്ത പോലെ കാണിക്കുന്നു. സസാക്കി ഒരുപാട് വിയർക്കാൻ തുടങ്ങി. പക്ഷേ എന്താ കാര്യമെന്ന് സിയൂസിന്റെ കൂടെയുള്ളവന് മാത്രം മനസ്സിലായി. സസാക്കി 18 തവണ പോസിഡോണിനെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷേ 18 തവണയും സസാക്കി മരണപ്പെടുന്നു. സസാക്കിക്ക് മുൻകൂട്ടി എന്ത് നടക്കുമെന്ന് കാണാൻ കഴിയുന്നു. എല്ലാവരും പറയും ഒരിക്കലും സസാക്കി ജയിക്കാൻ പോകുന്നില്ല. ആ സമയം വാൽക്കറി അവളുടെ അടുത്തുള്ള ചെറിയ കുട്ടിയോട് പറയും ശരിക്കും പറഞ്ഞാൽ 13 ദേവന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാളെ പോസിഡോൺ കൊന്നുകളഞ്ഞിരുന്നു. ഒരു ദൈവം ഒരു ദൈവത്തെ തന്നെ കൊന്നുകളഞ്ഞു. അപ്പോൾ ആ ചെറിയ കുട്ടി ചോദിക്കും ആരാണ് മരണപ്പെട്ട ദൈവം? അപ്പോൾ വാൽക്കറി പറയും ആദമാസ് എന്നാണ് അവന്റെ പേര്. ഒരു കാലത്ത് ഏറ്റവും വലിയ ദൈവത്തിന്റെ സ്ഥാനം ആദമസിന്റെ സഹോദരനെ നൽകിയതുകൊണ്ട് ഒരുപാട് ദേഷ്യത്തിലായിരിക്കും അദ്ദേഹം. തടവിലാക്കപ്പെട്ട ടൈറ്റൻസിനെയും സ്വർഗത്തിലെ ഏറ്റവും ക്രൂരനായ ടൈഫോണിനെയും വിളിച്ച് പോരാട്ടത്തിന് തയ്യാറായി. അങ്ങനെ ആദമാസ് പോസിഡോണിനോട് പറയും എല്ലാ ദേവന്മാരും എന്റെ ഭാഗത്തായി കഴിഞ്ഞു. ഇനി നീ മാത്രമേ എന്റെ ഭാഗത്താവാനുള്ളൂ. നീയും കൂടി വന്നാൽ സിയൂസിനെ നമുക്ക് ഒരുമിച്ചില്ലാതാക്കാം. പക്ഷേ പോസിഡോൺ അതിന് തയ്യാറായില്ല. ദേഷ്യം വന്ന ആദമാസ് കാലുകൊണ്ട് ടേബിളൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് പറയും ഞാൻ നിന്റെ മൂത്ത സഹോദരനാണ്, നീ എനിക്ക് ബഹുമാനം തന്നിരിക്കണം. എന്നിട്ട് ആദമാസ് പോസിഡോണിനെ ആക്രമിക്കുന്നു. ജനിച്ചത് മുതൽ ആദമസിന്റെ കണ്ണിലേക്ക് പോസിഡോൺ നോക്കിയിട്ടില്ല. അങ്ങനെ അവർ ഒരുമിച്ചുള്ള കഴിഞ്ഞ കാണിക്കുന്നു. അങ്ങനെ ആദമസിന്റെ ആക്രമണം ഏൽക്കുന്നതിന് മുന്നേ പോസിഡോൺ അവന്റെ ആയുധം ആദമസിന്റെ നെഞ്ചിൽ തുളച്ചു കയറ്റിയിരുന്നു. അങ്ങനെ ആദമസ് എന്ന ദേവൻ മരണപ്പെട്ടു. അങ്ങനെ 13 ദൈവങ്ങൾ 12 മാറി. എന്നിട്ട് പോസിഡോനെയും സസാക്കിയെയും വീണ്ടും കാണിക്കുന്നു. സസാക്കി ഈ പോസിഡോ എന്താ എന്റെ മുഖത്ത് നോക്കാത്തത്? എന്നിട്ട് നിലത്തിരുന്നിട്ട് പറയും എന്തായാലും ഇന്ന് ഞാൻ മരിക്കാൻ പോകുന്നില്ല. അതിനുശേഷം നമ്മുടെ സസാക്കിയുടെ കഴിഞ്ഞ കാലം കാണിക്കുന്നു. പരിശീലന സ്ഥലത്ത് വളരെ വൈകിയായിരിക്കും എപ്പോഴും അവൻ എത്തുക. അതുകൊണ്ട് തന്നെ തന്റെ മാസ്റ്ററിന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യം മാസ്റ്റർ ആക്രമിക്കുന്നു. സസാക്കി അത് എളുപ്പത്തിൽ തന്നെ തടഞ്ഞുകളയും. അതിനുശേഷം അവർ മരവാൾ കൊണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സസാക്കിയുടെ വാൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അവന്റെ മാസ്റ്റർ അപ്പോൾ വേഗം തന്നെ ആക്രമിക്കാൻ വന്നു. പെട്ടെന്ന് അവൻ പറയും ഞാൻ തോൽവി സമ്മതിക്കുന്നു. അപ്പോൾ മാസ്റ്ററിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് പറയും ഒരു യഥാർത്ഥ പോരാളി ഒരിക്കലും തോൽവി സമ്മതിക്കുകയില്ല. ആയുധം നഷ്ടപ്പെട്ടാൽ കൈകൊണ്ട്, കൈ നഷ്ടപ്പെട്ടാൽ സ്വന്തം പല്ലുകൊണ്ട് പോരാടണം. സസാക്കി പറയും ഞാൻ 100 തവണ പരിശ്രമിച്ചാലും മാസ്റ്ററിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവിടെ ഉള്ളവരെല്ലാം അത് കേട്ട് ചിരിക്കും. സസാക്കി അത് അഭിനന്ദനമാണെന്ന് വിചാരിക്കും. എന്നിട്ട് അവൻ കാട്ടിലേക്ക് പോയി. കാട്ടിൽ വെച്ച് അവൻ ചിന്തിക്കും എങ്ങനെയാണ് മാസ്റ്ററിനെ തോൽപ്പിക്കുക. ആ സമയം ഒരു മുയലിനെ കാണുകയും അത് ചാടുന്നത് പോലെ അവനും ചാടാൻ തുടങ്ങി. അങ്ങനെ കാട്ടിലുള്ള മൃഗങ്ങൾ വേട്ടയാടുന്നത് കണ്ട് ഓരോ കാര്യങ്ങളും അവൻ പഠിച്ചെടുത്തു. തോൽവിയിൽ നിന്ന് അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ വീണ്ടും പരിശീലന സ്ഥലത്തേക്ക് അവൻ എത്തുന്നു. മാസ്റ്റർ അവനെ കണ്ടിട്ട് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ മാസ്റ്റർ പറയുന്നു എനിക്ക് നിന്റെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്യണം. സസാക്കി പറയും ഞാൻ നിങ്ങളോടൊപ്പം മനസ്സിൽ 146 തവണ ഫൈറ്റ് ചെയ്ത് നിങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനിയൊരു മാച്ചിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടന്നു പോകുന്നു. പെട്ടെന്ന് മാസ്റ്റർ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. സസാക്കി മാസ്റ്ററെ 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. പക്ഷേ അതവന്റെ മനസ്സിലായിരിക്കും. മാസ്റ്റർ ഉടനെ തന്നെ തോൽവി സമ്മതിക്കുന്നു. എന്നിട്ട് അവൻ അവന്റെ മറ്റൊരു മാസ്റ്ററിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ആ വയസ്സായ മാസ്റ്ററിൽ ഒരു ഭയങ്കരനായ പുലിയുടെ രൂപം കണ്ട് അവൻ സന്തോഷിക്കുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം സസാക്കി
സസാക്കിയെ കാണാൻ ആ വയസ്സായ മാസ്റ്റർ എത്തി. അപ്പോൾ അവൻ താമസിക്കുന്ന സ്ഥലത്ത് കയറിയപ്പോൾ അവൻ എങ്ങനെയാണ് പരിശീലിക്കുന്നതെന്ന് മാസ്റ്റർ മനസ്സിലാക്കി കഴിഞ്ഞു. മികച്ച ഒരു യോദ്ധാവാകാൻ സസാക്കി 4 വർഷമെടുത്തു. അങ്ങനെ ഏറ്റവും ശക്തരായ മാസ്റ്ററെ പോലും സസാക്കി മറികടന്നിരുന്നു. അതുകഴിഞ്ഞ് പരിശീലന സ്ഥലം വിട്ട് സസാക്കി യാത്ര ചെയ്തു. യാത്രയിൽ പല ശക്തരായ യോദ്ധാക്കളോട് സസാക്കി മാച്ച് നടത്തി തോറ്റുപോയിരുന്നു. കൂടാതെ പരിശീലനവും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജിതൻ ജനിച്ചു. എന്നിട്ട് വീണ്ടും മാച്ച് കാണിക്കുന്നു. സസാക്കിയെ തോൽപ്പിച്ച എല്ലാവരും അവിടെ ഉണ്ടാകും. ഇത്തവണ ഞാൻ തോൽവി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സസാക്കി അവന്റെ സ്വോർഡ് എടുത്ത് മുകളിലേക്ക് പൊക്കുന്നു. ആ സമയം വലിയൊരു എനർജി പുറത്തേക്ക് വരാൻ തുടങ്ങി. സസാക്കി ചാടി വന്ന് പോസിഡോനെ ആക്രമിച്ചു. പോസിഡോൺ ആ ആക്രമണത്തിൽ നിന്ന് തെന്നിമാറി. എന്നിട്ട് സസാക്കിയുടെ നെഞ്ചിൽ ആയുധം കയറ്റാൻ ശ്രമിച്ചു. സസാക്കി ആയുധത്തെ വാളുകൊണ്ട് തടഞ്ഞ് പോസിഡോന്റെ തലയ്ക്ക് ആക്രമിച്ചു. പക്ഷെ കുറച്ചു മുടി മാത്രമേ മുറിഞ്ഞു പോവുകയുള്ളൂ. ആ സമയം ആരുടെ കണ്ണിലും നോക്കാത്ത പോസിഡോ സസാക്കിയുടെ കണ്ണിലേക്ക് നോക്കി. സസാക്കിക്ക് അവന്റെ ബ്ലേഡ് മിന്നൽ വേഗത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ആ സമയം മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പറയും സസാക്കിക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ കഴിയും. മനുഷ്യർ ഈ മാച്ച് വിജയിക്കും. സസാക്കിയുടെ ബ്ലേഡ് 13 സഹോദരിമാരിൽ രണ്ടാമത്തെ സഹോദരി ആയുധമായി മാറിയതാണ്. ഏറ്റവും നീളം കൂടിയ ബ്ലേഡാണത്. പെട്ടെന്ന് ജനങ്ങളെല്ലാം ഞെട്ടും. പോസിഡോൺ സസാക്കിയെ ആക്രമിക്കാൻ കൂളായിട്ട് മുന്നോട്ടേക്ക് പോകും. ഒരുപാട് വേഗത്തിൽ പോസിഡോൺ ത്രിശൂലം കൊണ്ട് സസാക്കിയെ കുത്തിക്കൊണ്ടിരിക്കും. സസാക്കി വേഗത്തിൽ എല്ലാ ആക്രമണത്തിൽ നിന്നും തെന്നിമാറി. വാൽക്കറി പറയും ഒരുപാട് പേരോട് മത്സരിച്ച് തോറ്റത് കൊണ്ട് സസാക്കിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പോസിഡോൺ മാച്ചിൽ പങ്കെടുത്തത് മുതൽ സസാക്കി അവന്റെ മനസ്സിൽ 1000 തവണയെങ്കിലും പുതിയ ആക്രമണ രീതികൾ പോസിഡോണിന്റെ നേരെ ഉപയോഗിച്ചിരുന്നു. പോസിഡോൺ എങ്ങനെ ആക്രമിച്ചാലും സസാക്കി അത് മുൻകൂട്ടി മനസ്സിലാക്കും. അതാണ് സസാക്കിയുടെ യഥാർത്ഥ ശക്തി. അങ്ങനെ ഒരുപാട് വേഗത്തിൽ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ടുനിന്ന എല്ലാ മനുഷ്യരുടെ മനസ്സിലും സസാക്കി പ്രതീക്ഷ നൽകി. സസാക്കി ഒരുപാട് തളർന്നു പോയിട്ടുണ്ടാവും. പോസിഡോൺ ചിരിച്ചുകൊണ്ട് ചൂളം വിളിക്കാൻ തുടങ്ങി. മനുഷ്യരെല്ലാം ചിന്തിക്കും ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത്. സിയൂസിന്റെ കൂടെയുള്ളവന് കാര്യം പിടികിട്ടി. പോസിഡോൺ ഒരു പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആക്രമിക്കുന്നു. സസാക്കിക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സസാക്കിയുടെ ശരീരത്തിൽ മുറിവേറ്റു. ചോര തുപ്പിക്കൊണ്ട് സസാക്കി വീണു. ആ സമയം പോസിഡോൺ പറയും എന്തു പറ്റി, എന്റെ ചലനം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് നീ. ദൈവത്തിന്റെ ഭാഗത്തുള്ള എല്ലാവരും പറയും മനുഷ്യർ എത്ര പരിശ്രമിച്ചാലും നിങ്ങളെ വീഴ്ത്താൻ കഴിയില്ല. എല്ലാവരും ഒരുപാട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ സമയം പോസിഡോ ജനങ്ങളുടെ മുഖത്തേക്ക് ഒരു നോട്ടമുണ്ട്. എല്ലാവരും ഒരു നിമിഷം കൊണ്ട് നിശബ്ദമാകും. ജനങ്ങൾക്കറിയാം പോസിഡോന്റെ കണ്ണിൽ നോക്കിയാൽ മരണം ഉറപ്പാണെന്ന്. സസാക്കി ചോദിക്കും നിനക്ക് സുഹൃത്തുക്കളില്ലേ? പോസിഡോ പറയും എനിക്ക് സുഹൃത്തുക്കളെ ആവശ്യമില്ല. ഒരു ദൈവം എല്ലാം ഒറ്റയ്ക്കാണ് നേരിടുക. സസാക്കി അത് കേട്ട് ഒന്നും പറയാതെ കുറച്ചു നേരം നിൽക്കും. എന്നിട്ട് പറയും എന്തൊരു ദയനീയ അവസ്ഥയാണ് ദൈവങ്ങൾക്ക്. അത് കേട്ടതും പോസിഡോന് ഒരുപാട് ദേഷ്യം വരും. അവൻ ചാടി സസാക്കിയെ ത്രിശൂലം കൊണ്ട് നിർത്താതെ ആക്രമിച്ചു. സസാക്കി പോസിഡോന്റെ ഓരോ പ്രഹരവും നേരിട്ടുകൊണ്ടിരുന്നു. പോസിഡോന്റെ ആക്രമണങ്ങൾ മഴ പോലെ സസാക്കിയുടെ നേരെ പോകാൻ തുടങ്ങി. വാൽക്കറിയൊക്കെ നീ ഒരിക്കലും തോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആദ്യോടെ നോക്കി നിൽക്കും. ആ സമയം സസാക്കി പോസിഡോന്റെ ഓരോ മൂവ്മെന്റും പഠിച്ചിരുന്നു. ദൈവങ്ങൾ പോലും ചിന്തിക്കും ഇവൻ വീണ്ടും പോസിഡോന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയോ എന്ന്. സസാക്കി കിട്ടിയ അവസരം മുതലെടുത്ത് പോസിഡോന് നേരെ കത്തി ഉയർത്തി. പക്ഷേ പോസിഡോൻ രക്ഷപ്പെട്ട് സസാക്കിയുടെ പിറകിൽ നിന്ന് ആക്രമിച്ചു. സസാക്കി ആ നീക്കം മനസ്സിലാക്കി പോസിഡോന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ സസാക്കി വീണ്ടും പോസിഡോന്റെ ആക്രമണങ്ങൾ നേരിട്ട് ഒരു പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചു. പോസിഡോന്റെ തലക്ക് നേരെ കത്തി വീശി. നിമിഷ നേരം കൊണ്ട് പോസിഡോൻ ഒഴിഞ്ഞു മാറി. തിരിച്ച് പോസിഡോൺ ആക്രമിച്ചു. പക്ഷെ അതിൽ സസാക്കിയുടെ കത്തി രണ്ടായി മുറിഞ്ഞുപോയി. എല്ലാവരും കരുതും ഈ കളി ഇവിടെ അവസാനിച്ചെന്ന്. ജനങ്ങൾ കരുതും കത്തിയില്ലാത്തത് കൊണ്ട് ഇനിയൊരു ജയം അസാധ്യമാണ്. ആ സമയം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സസാക്കി പറയും ഈ പ്രാവശ്യം ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അതിനുശേഷം സസാക്കിയും മുസാഷിയും തമ്മിലുള്ള ഒരു മാച്ച് കാണിക്കുന്നു. മുസാഷി ഒരുപാട് ബലശാലി ആയതുകൊണ്ട് സസാക്കി തോൽവി സമ്മതിക്കാൻ പോകും. പക്ഷേ സസാക്കി പറയും ഈ മാച്ച് ഒരുപാട് രസകരമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും മരണം വരെ പോരാടാൻ തീരുമാനിച്ചു. ആ സമയം മുസാഷി മനസ്സിലാക്കും സസാക്കി ഒരു സ്ട്രോങ് ആയ സ്പോർട്സ്മാൻ ആണെന്ന്. സസാക്കി ഒരുപാട് സന്തോഷത്തിലായിരിക്കും ആ സമയം. പക്ഷേ ആ മാച്ചും സസാക്കി തോൽക്കും. അതിനുശേഷം വീണ്ടും മാച്ച് കാണിക്കുന്നു. സസാക്കി നടന്നുകൊണ്ട് ചോദിക്കും പോസിഡോ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. നീ എപ്പോഴെങ്കിലും രാത്രി മുതൽ നേരം പുലരുന്നതുവരെ പരിശീലിച്ചിട്ടുണ്ടോ? നിന്നെ തോൽപ്പിച്ച ശത്രുക്കളോട് നിനക്ക് സ്നേഹം തോന്നിയിട്ടുണ്ടോ? കാരണം നിനക്ക് ഒരു വികാരവുമില്ല. അതുകൊണ്ട് തന്നെ നിന്റെ കൈകൾ കൊണ്ട് ഞാൻ ഒരിക്കലും മരിക്കുകയില്ല. എന്നിട്ട് മുറിഞ്ഞു പോയ കത്തികൾ ഒരുമിച്ച് പിടിക്കും. ഒരുപാട് ചോര ഒഴുകുന്നുണ്ടാവും കയ്യിൽ നിന്ന്. അങ്ങനെ സ്വോർഡിൽ നിന്ന് ഒരു പച്ച വെളിച്ചം പുറത്തേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്.
പെട്ടെന്ന് രണ്ടായി മുറിഞ്ഞ വാൾ 2 വാളുകളായി മാറി. വാൽക്കറിയുടെ കൂടെയുള്ള കുട്ടി ചോദിക്കും, ഇതെങ്ങനെയാണ് 2 വാളുകളായി മാറിയത്? വാൽക്കറി പറയും, എന്റെ രണ്ടാമത്തെ സഹോദരിയുടെ കഴിവ് ഒന്ന് കോപവും ഒന്ന് ഭയവുമാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ തന്നെ തിരഞ്ഞെടുത്തത്. വാൽക്കറി പറയും, നിന്നെ കൊണ്ട് കഴിയും, നീ ഉറപ്പായിട്ടും വിജയിക്കും. സസാക്കി പറയും, പോസിഡോ നമുക്ക് പോരാട്ടം തുടങ്ങാം. പോസിഡോ വീണ്ടും മയ പോലുള്ള ത്രിശൂലത്തിന്റെ ആക്രമണം ചെയ്യും. സസാക്കി അത് വേഗത്തിൽ തന്നെ നേരിടും. മുസാഷിയുടെ മകൻ പറയും, അച്ഛാ, സസാക്കി ചെയ്യുന്നത് തികച്ചും അച്ഛനെ പോലെയുണ്ട്. മുസാഷി പറയും, സസാക്കി ഒരുപാട് തവണ എന്നോട് ഏറ്റുമുട്ടിയിരുന്നു, അതുകൊണ്ട് എന്റെ എല്ലാ നീക്കവും അവനറിയാം. നീ ശ്രദ്ധിച്ചു നോക്ക്, എല്ലാ മാസ്റ്ററുകളുടെയും കഴിവുകൾ അവൻ അറിയാം. എല്ലാവരുടെയും ടെക്നിക്ക് അവൻ ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മാസ്റ്ററും അത് നോക്കി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ കടലിലെ രാജാവായ പോസിഡോന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് മുറിവുകൾ ഉണ്ടായി. സസാക്കി മനുഷ്യർക്ക് വീണ്ടും പ്രതീക്ഷ നൽകി. ആ സമയം പോസിഡോ വീണ്ടും ചൂളമടിക്കാൻ തുടങ്ങി. എല്ലാവരും ആശങ്കയോടെ നോക്കി നിൽക്കും. പോസിഡോ പറയും, നിനക്കെന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമല്ലേ? എന്തൊരു അഹങ്കാരം! എന്നിട്ട് മിന്നൽ വേഗത്തിൽ സസാക്കിയെ ആക്രമിച്ചു. സസാക്കിയുടെ ശരീരത്തിൽ വീണ്ടും ത്രിശൂലം കൊണ്ട് മുറിവുണ്ടായി. പോസിഡോന്റെ ടെക്നിക്ക് കാണാൻ കഴിഞ്ഞെങ്കിലും അവനത് തടയാൻ കഴിഞ്ഞില്ല. പോസിഡോ ഒരുപാട് വേഗത്തിൽ ആക്രമണം നടത്താൻ തുടങ്ങി. സസാക്കിയുടെ ഓരോ അറ്റാക്കും അവൻ നിമിഷ നേരം കൊണ്ട് തടഞ്ഞു. പക്ഷേ സസാക്കി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സസാക്കിക്ക് അവൻ വെള്ളത്തിനടിയിലുള്ളതുപോലെ തോന്നാൻ തുടങ്ങി. കൂടെ അവന്റെ എല്ലാ മാസ്റ്ററും അവനെ സഹായിക്കാനുണ്ടായിരുന്നു. ജനങ്ങളെല്ലാം അവന്റെ പേര് പറഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നു, കൂടെ അവന്റെ മാസ്റ്ററും. എല്ലാവരും സസാക്കിയെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാം സസാക്കി അവന്റെ യഥാർത്ഥ ശക്തി പ്രകടിപ്പിച്ചിട്ടില്ലെന്ന്. പെട്ടെന്ന് സസാക്കി പോസിഡോന്റെ ആക്രമണം തടഞ്ഞു. എന്നിട്ട് പറയും, എനിക്ക് ഈ മാച്ച് ജയിക്കണം. സസാക്കി അവന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുത്തു. പോസിഡോ മിന്നൽ വേഗത്തിൽ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ സസാക്കി അവന്റെ നീക്കങ്ങൾ മനസ്സിലാക്കി ആക്രമണത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. മുസാഷി പറയും, സസാക്കി, നീ ജയിച്ചു കാണിക്കി. പോസിഡോ ത്രിശൂലം കൊണ്ട് സസാക്കിയെ ആക്രമിച്ചു. ആ സമയം വേഗത്തിൽ തന്നെ സസാക്കി പോസിഡോന്റെ വലത്തെ കൈ വെട്ടിമാറ്റി. ഉടൻ തന്നെ പോസിഡോ തന്റെ വലത്തെ കൈയിലുള്ള ത്രിശൂലം പിടിച്ച് ഇടത്തെ കൈ കൊണ്ട് ആക്രമിച്ചു. അതും സസാക്കി വെട്ടിമാറ്റി. ശിവനൊക്കെ നിശബ്ദമായി നോക്കി നിൽക്കുന്നുണ്ടാവും. ചില ദേവന്മാർക്ക് ദേഷ്യം തോന്നുന്നുണ്ടാവും. എന്നാലും പോസിഡോ വിട്ടുകൊടുത്തില്ല. ത്രിശൂലം വായി കൊണ്ട് കടിച്ചു പിടിച്ച് മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ സസാക്കി പോസിഡോന്റെ നെഞ്ചിൽ 2 വെട്ട് വെട്ടുന്നു. സസാക്കി ഒരുപാട് ക്ഷീണിതനായിട്ടുണ്ടാവും. ആ സമയം പോസിഡോന്റെ പകുതി ശരീരം മുറിഞ്ഞു വീണു. വാൽക്കറിയൊക്കെ ഒരു മാച്ച് മനുഷ്യർ ജയിച്ചത് കൊണ്ട് ഒരുപാട് സന്തോഷത്തിലായിരിക്കും. കൂടാതെ സസാക്കിയും ഒരുപാട് സന്തോഷത്തിലായിരിക്കും. ചിലർ ആനന്ദ കണ്ണീരൊഴിക്കും. അങ്ങനെ ഒരു മാച്ച് മനുഷ്യർ ജയിച്ചു. ദൈവങ്ങൾ നിരാശയോടെ ഇരിക്കുന്നുണ്ടാവും. എല്ലാവരും സസാക്കിയുടെ പേര് വിളിച്ച് ആഹ്ലാദിക്കുന്നുണ്ടാവും. അതിനുശേഷം സിയൂസിന്റെ മുറി കാണിക്കുന്നു. സിയൂസ്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. മുന്നിൽ ശിവൻ ആയിരിക്കും ഉണ്ടാവുക. ശിവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കും, നിങ്ങളുടെ സഹോദരൻ മരിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ശാന്തമായിരിക്കാൻ കഴിയുന്നത്? ദൈവങ്ങളിൽ ഒരാൾ പറയും, ഇന്ന് മനുഷ്യർ ഒരുപാട് ശക്തനായിരിക്കുന്നു. സിയൂസ് പറയും, ഈ യുദ്ധം എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനുഷ്യർ ശക്തരാണ്, അതുകൊണ്ട് ഈ യുദ്ധം നമുക്ക് ഗൗരവമായി തന്നെ എടുക്കണം. ശിവൻ പറയും, അടുത്തത് ഞാൻ പോകാം, ഞാൻ ഒരു നിമിഷം കൊണ്ട് മനുഷ്യരെ ഇല്ലാതാക്കും. സിയൂസിന്റെ പദ്ധതി ഗ്രീക്ക് ദേവന്മാരെ ഉപയോഗിച്ച് മനുഷ്യരോട് പ്രതികാരം ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ എപ്പിസോഡ് 3 അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി അടിക്കണേ.